നമ്മുടെ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ പ്രതിഫലം തീരുമാനിക്കുന്നത് അവരുടെ താരമൂല്യം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ താരമൂല്യം മാറി മാറുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ റെമ്യൂണറേഷൻ കൂടാം കുറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന കുറച്ച് പഴയ ഒരു ആർട്ടിക്കിളാണ്. ഇത് തെലുങ്ക് സിനിമകളിലെ താരങ്ങളുടെ ഒരു റെമ്യൂണറേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു 80കൾ മുതൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2010 വരെ തെലുങ്ക് സിനിമയിൽ നമ്പർ 1 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നുള്ളത് ചിരഞ്ജീവി തന്നെയാണ്. ഏകദേശം ഒരു 2008 കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ മകനായ രാംചരൺ വന്നു. അപ്പോൾ അദ്ദേഹം അഭിനയത്തിൽ നിന്ന് മാറി പിന്നെ പൊളിറ്റിക്സിലേക്ക് പോയി കേന്ദ്രമന്ത്രി വരെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്, ചിരഞ്ജീവി തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലും നമ്പർ 1 ചിരഞ്ജീവി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 2005 ആ ഒരു കാലഘട്ടത്തിൽ 2005 2008 ആ ഒരു സമയത്തായിരിക്കണം. കാരണം ഇതിൻ്റെ ചില അല്ലു അർജുനൊക്കെ ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അല്ലു അർജുനൊക്കെ ഏകദേശം ഒരു താരമായത് ഒരു 2005 6 2-3 പടമൊക്കെ ആയ സമയമായപ്പോൾ. പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞ ആദ്യത്തെ സിനിമ അല്ലു അർജുൻ്റെ അത്ര വലിയ വിജയമല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ആര്യ 2 വരുന്നത്. പിന്നെ ഹാപ്പി ബണ്ണി, അങ്ങനെയാണ് അദ്ദേഹം സ്റ്റാറായി മാറിയത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചിരഞ്ജീവി 10 കോടിയാണ്. അപ്പോൾ അന്ന് 10 കോടി എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 20 വർഷം നമുക്ക് 2005 6 എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു 10 കോടി മലയാളത്തിലൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 കോടിയൊക്കെ റെമ്യൂണറേഷൻ പോലും ആ ലെവലിൽ എത്തിയിട്ടില്ല. മലയാളത്തിലൊക്കെ 1 കോടി ആ സമയത്ത് മോഹൻലാലൊക്കെ കാസിനോവ എന്ന് പറഞ്ഞ സിനിമയൊക്കെ 2009 ആണ് 1 കോടി 1.25 കോടിയൊക്കെ ആ സമയത്ത് വാങ്ങിച്ചു തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 10 ഇരട്ടിയാണ് അന്ന് ചിരഞ്ജീവി. പിന്നെ ചിരഞ്ജീവിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് 1 കോടി മേടിച്ചിട്ടുള്ള നടൻ ചിരഞ്ജീവി തന്നെയാണ്. 94 കാലഘട്ടങ്ങളിൽ അന്ന് ബിഗർ ദാറ്റ് ബച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അമിതാഭ് ബച്ചൻ മേടിക്കുന്നതിനെക്കാട്ടും 5 കോടി രൂപ കൂടുതൽ മേടിച്ചു. അത് എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചൻ 1 കോടി മേടിക്കുമ്പോൾ ചിരഞ്ജീവി 1 കോടി 5 ലക്ഷം. അത് അമിതാഭ് ബച്ചൻ 95 ലക്ഷം മേടിച്ചപ്പോൾ ചിരഞ്ജീവി 1 കോടി. എന്തായാലും അന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിച്ച ഒരാൾ അന്ന് ചിരഞ്ജീവിയാണെന്നൊക്കെ അന്ന് ഒരുപാട് ന്യൂസൊക്കെ ഉണ്ടായിട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഇപ്പോഴും. ബിഗർ ദാറ്റ് ബച്ചൻ എന്ന് പറഞ്ഞ അന്നത്തെ ഒരു ഫിലിം ഫെയറിലൊക്കെ ഒരു ഫ്രണ്ട് പേജിലൊക്കെ ചിരഞ്ജീവിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വലിയൊരു റൈറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2ാം സ്ഥാനം നാഗാർജുനയാണ്. നാഗാർജുന 9 കോടി. പിന്നെ ഇതിൽ മഹേഷ് ബാബുവാണ് 5 കോടി. അതിൻ്റെ അടിയിലാണ് വെങ്കടേഷും ബാലകൃഷ്ണയും 4 കോടി വെച്ച്. അപ്പോൾ ശരിക്ക് ഒരു ടോപ്പ് ലീഗ് എന്ന് പറഞ്ഞാൽ സീനിയർ ആക്ടേഴ്സിൻ്റെ ഒരു ലീഗ്, ഒരു 80s മുതലുള്ള ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ശരിക്കും ചിരഞ്ജീവി, നാഗാർജുന, വെങ്കടേഷ്, ബാലകൃഷ്ണ, ശരിക്കും ചിരഞ്ജീവിയാണ് നമ്പർ 1. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലീഗിലുള്ള ഒരു 3 പേര് ഏകദേശം ഇവർ 3 പേര് ഏകദേശം തുല്യമാണ്. നാഗാർജുനയും വെങ്കടേഷും ബാലകൃഷ്ണനും ഏകദേശം തുല്യമാണ്. പക്ഷേ ഈ ഒരു ലിസ്റ്റിലേക്ക് കയറിയിരിക്കുന്നത് മഹേഷ് ബാബുവാണ്. ശരിക്കും അന്ന് ഇവരുടെ ഇടയിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ സമയത്ത് എത്തിയപ്പോഴേക്കും മഹേഷ് ബാബു ഭയങ്കര പീക്കാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോക്കിരിയും ഗില്ലിയൊക്കെ അവിടെ, അതായത് അവരുടെ അതിൻ്റെ ഒറിജിനൽ അവിടെ ചെയ്ത മഹേഷ് ബാബു ഒക്കെ ആ ഒരു ടോപ്പ് ലീഗിൽ തന്നെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പിന്നെയുള്ള പൊസിഷൻ 6ാം സ്ഥാനത്തെ പൊസിഷൻ പവൻ കല്യാണാണ്. പവൻ കല്യാൺ 3.5 കോടി. പിന്നെ ജൂനിയർ NTR 3.5 കോടി, രവി തേജ 3.5 കോടി, പ്രഭാസ് 2.5 കോടി, ഗോപി ചന്ദ് 1.5 കോടി, അല്ലു അർജുൻ 1.5 കോടി. പിന്നെ നടിമാർ ഇതിലുള്ളത് തൃഷയും ജനീലിയാണ് 75 ലക്ഷം വെച്ച്. അപ്പോൾ ഇതിൽ കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗോപി ചന്ദ് എന്ന് പറയുന്ന ഒരു നടൻ, അന്ന് അല്ലു അർജുനെ ഒപ്പം തന്നെ ഉള്ളൊരു നടൻ, അല്ലു അർജുനെക്കാട്ടും സീനിയറാണ് ഗോപി ചന്ദ്. അല്ലു അർജുൻ്റെ ഒപ്പം നിൽക്കുന്ന റെമ്യൂണറേഷൻ മേടിക്കുന്നത്. ഗോപി ചന്ദ് അന്നൊരു എന്താ പറയുക 2000-ലൊക്കെ ശരിക്കും ഒരു വലിയൊരു താരം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പിക്ചറിലില്ല. ഇന്ന് സിനിമകൾ ചെയ്യുന്നുണ്ട്, നായകനായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നൊരു ടോപ്പ് 20 എടുത്താൽ പോലും അതിൽ ഗോപിചന്ദ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ലിസ്റ്റിന് ശേഷം വന്ന ജനറേഷനിൽ വന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ താഴെയാണ് ഇന്ന് ഗോപിചന്ദിൻ്റെ താരമൂല്യം തന്നെ. അദ്ദേഹം നായകനായിട്ടൊക്കെ ഇടയ്ക്ക് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററോ അങ്ങനെ ഒന്നും ഇതുവരെ എന്താ പറയുക ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവ്. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അല്ലു അർജുന ലാസ്റ്റ് നിൽക്കുന്ന ഇത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ശരിക്കും നമ്മുടെ രാംചരൺ ഈ ലിസ്റ്റിലില്ല. രാംചരൺ എനിക്കൊന്നും ആ സമയത്ത് വരുന്നേ ഉള്ളൂ, വന്നിട്ടില്ല. രാംചരൺ ശരിക്കും ആദ്യത്തെ ഒരു സിനിമ ചിരുത്ത എന്നാണ് സിനിമ, ചിരുത. ആ ചിരുത എന്നാണ് ഡബ് ചെയ്ത് ഇവിടെ വന്നത്. അത് അതോ ചീറ്റയോ അങ്ങനെ എന്തോ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മഗധീര 2008 2009 ആ ഒരു കാലഘട്ടം ആയപ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ പോലെ രാംചരണൊക്കെ കത്തിക്കേറി വന്നത്. അപ്പോൾ അല്ലു അർജുൻ ഇന്നൊരു ടോപ്പ് ലീഗിൽ തന്നെയുണ്ട്. പ്രഭാസ് ശരിക്കും പ്രഭാസ് അന്ന് ഹിറ്റുകളുണ്ട്, പക്ഷേ ഒരു ബാഹുബലിക്ക് ശേഷമാണ് പ്രഭാസ് ഒരു ടോപ്പ് ലീഗിൽ കയറിയത്. NTR അന്നുണ്ട്, രവി തേജയുണ്ട്, പവൻ കല്യാൺ, അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ആ ഒരു ലീഗിലുണ്ട്. പക്ഷേ ഈ ഒരു ലീഗിൽ നിന്ന് മാറിപ്പോയ ഒരാൾ ഗോപിചന്ദാണ്. പിന്നീട് ഈ ഒരു ലീഗിലോട്ട് കയറി വന്ന ആളുകൾ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്നിപ്പോൾ ഒരു നാഗാർജുനെക്കാട്ടൊക്കെ
നാഗാർജുന ഇന്ന് കൂടുതൽ നായക വേഷത്തിനൊപ്പം തന്നെ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നുണ്ട്. വെങ്കടേഷും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവരെക്കാട്ടൊക്കെ കൂടുതൽ ഹിറ്റുകൾ ശരിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ നാനിയുണ്ട്, അതുപോലെ കുറേ നടന്മാർ പിന്നീട് വന്നല്ലോ. അപ്പം നമുക്ക് വിജയ് ദേവരകൊണ്ടേ പറയാം, അതിനുശേഷം എനിക്കൊണ്ട് റാം പോത്തിനേനി, കുറേ നടന്മാരുണ്ട്. അവരൊക്കെ ചിലവരൊക്കെ ഈ വെങ്കടേഷിൻ്റെ ഇവരൊക്കെ മുകളിലാണ്. എനിക്ക് തോന്നുന്നു നാനിയൊക്കെ ഒരുപാട് ഹിറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ വെങ്കടേഷിനെക്കാട്ടും നാഗാർജുനെക്കാട്ടും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് ഒക്കെ നാനിയുടെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം. എങ്കിലും അത് ഒഫീഷ്യലല്ല, ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഗോപിചന്ദ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ചിരഞ്ജീവി ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഒരു 2015 കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു പ്രതാപം തിരിച്ചു കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംക്രാന്തിക്ക് ഇറങ്ങിയ ഒരു സിനിമ, ആ ഒരു സിനിമയ്ക്ക് ശേഷം ചിരഞ്ജീവി ഒരു 300 കോടിയൊക്കെ കളക്ഷൻ കിട്ടുന്ന ആ ഒരു ലീഗിലോട്ടൊക്കെ ചിരഞ്ജീവിയും കയറിയിട്ടുണ്ട്. പിന്നെ തൃഷ 75, ജനീലിയ 75, അവർ രണ്ടുപേരും ശരിക്കും അന്ന് വലിയൊരു താരങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സാമന്ത വന്നതും. എനിക്കൊണ്ട് നയൻതാരയൊന്നും ആ ഒരു ലീഗിലോട്ട് അന്ന് എത്തിയിട്ടില്ല. അപ്പോൾ തൃഷയൊക്കെ ഒരുപാട് ഹിറ്റുകൾ അന്ന് കൊടുത്തിട്ടുള്ള ഒരു നായിക തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ നടന്മാരിൽ ഈ ഗോപിചന്ദ് എന്നുള്ള നടനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം.